Welcome to Arab Talks. People who have not seen my channel, ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കും എൻ്റെ ജീവിതത്തിനെ കുറിച്ച്, എൻ്റെ എക്സ്പീരിയൻസസിനെ കുറിച്ച്. സോ ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഐ സ്റ്റാർട്ടഡ് മൈ ഹോൾ തിങ് ഇൻ 2002. സോ during my 2019 I have passed out of my engineering. So I am an engineering graduate. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ കുത്തി പിടിക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. സ്റ്റാർട്ട് ചെയ്തത് ഒരു ICC സ്കൂളിലായിരുന്നു. സോ ICC സ്കൂൾ എന്ന് പറയുമ്പോൾ വലിയ സെറ്റപ്പ് ഉള്ള സ്കൂളൊന്നും അല്ലായിരുന്നു. ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ സ്കൂളായിരുന്നു. വേറെ ഞങ്ങൾ കുറേ കുട്ടികളുണ്ടായിരുന്നാണ് സ്കൂളിൻ്റെ സ്റ്റാർട്ട്. സോ അപ്പോഴ് വളർന്നു വരുന്നൊരു സ്കൂളായിരുന്നു. സോ സ്കൂൾ കഴിഞ്ഞു. ആദ്യത്തെ കുറേ വർഷങ്ങൾ 2 വർഷം കഴിഞ്ഞു. സോ നമ്മൾ ഇവൻച്വലി ഗ്രേഡ് 2 ഗ്രേഡ് 3 പോകുമ്പോൾ നമ്മൾ പഴയ ഇരുന്ന ബിൽഡിങ്ങിൽ നിന്നും പുതിയ ബിൽഡിങ്ങിലോട്ട് മാറി. സോ നമുക്കെന്ത് മാറ്റമെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു മാറ്റവും ഇല്ല. പക്ഷെ അവർക്കെന്ത് മാറി, അവർക്ക് ബിൽഡിംഗ് മാറി. സോ ഇറ്റ് വാസ് എ ന്യൂ സെറ്റപ്പ്. സോ നമ്മൾ സ്കൂളിലോട്ട് പോകുന്നു. ആദ്യം തന്നെ ഇറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ, കുറേ കുട്ടികളുണ്ടായിരുന്നു. മീൻസ് ഒരു ലെവൽ, ഒരു മാക്സിമം കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളുടെ എണ്ണം കൂടി. കാരണം ഇതൊരു വലിയ സ്കൂളാണ്. ആ പെയിൻ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ആ ഒരു സ്ട്രക്ചറിലാണ്. പിന്നെ അവിടെ വരുന്ന കുട്ടികൾ, അവിടെ വരുന്ന പേരൻസ്, ഇറ്റ് വാസ് എ ഹോൾ ഡിഫറെൻറ്റ് സ്റ്റോറി ഫോർ ആൻഡ് ഇറ്റ് വാസ് ന്യൂ ആസ് വെൽ. എൻ്റെ പിന്നീട് അങ്ങോട്ട് എൻ്റെ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മിന്നായം പോലെയായിരുന്നു. ഞാൻ എൻ്റെ 10th വരെ ഒരു സ്കൂളിലായിരുന്നു, 11th and 12th വേറൊരു സ്കൂളിലായിരുന്നു. സോ 10th വരെ ഒരു മിന്നായം പോലെയാണ് പോയത്. ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പുറത്തുനിന്നുള്ള ബിൽഡപ്പ് എന്ന് പറയുമ്പം ICC ആണ്. ഒരു സംഭവമാണ്. CBSE പോലെയല്ല, മെട്രിക്കുലേഷൻ പോലെയല്ല, ICC ആണ്. സോ വെളിയിലുള്ള ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ കൂടുതൽ, ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ എക്സ്പെക്റ്റേഷൻ കൂടുതൽ ടീച്ചർമാർക്ക്. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഞങ്ങൾ സ്റ്റുഡൻസ്. എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. കാരണം പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കവിടെ എന്താ അവർ പഠിപ്പിക്കുന്നത് ഒരു കുന്തവും മനസ്സിലായില്ല, ടു ബി ഫ്രാങ്ക്. ഞാൻ പറയുന്നത് ഈ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളാണേ. ബട്ട് ഇവൻച്വലി വി കെപ്റ്റ് ഓൺ ട്രാക്ക്. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഇറ്റ് വർ ന്യൂ ടു അസ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ പേരൻസിനും ഞങ്ങളുടെ പേരൻസുള്ള സർക്കിളിലുള്ള ആൾക്കാർക്കും ഇതെല്ലാം ന്യൂ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ ഡേ തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സ്കൂൾ ഡേ തുടങ്ങി, ഒരു ഗ്രൗണ്ട് തുടങ്ങി, പുതിയ പുതിയ ആക്ടിവിറ്റീസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ മ്യൂസിക്, ആർട്സ്, ഹോഴ്സ് റൈഡിങ്. ഹോഴ്സ് റൈഡിങ് ഒക്കെ അതൊക്കെ അപ്പോഴും ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പോൾ പിന്നെ വലിയ വിലയൊന്നുമില്ല. പിന്നെ സ്വിമ്മിങ് പൂൾ, ഏറ്റവും വലിയൊരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്വിമ്മിങ് ഫാക്കൽറ്റി ഉണ്ടായിരുന്നു. പിന്നെ പ്രോപ്പർ സ്പോർട്സ് ഉണ്ടായിരുന്നു, ലൈക്ക് പ്രോപ്പർ ഗെയിംസ്. സോ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനൊരു ലെവൽ സാധനമായിരുന്നു. സോ പിന്നെ കുട്ടികൾ നല്ല അടിപൊളിയായിരുന്നു. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻസ് ഓഫ് ചിൽഡ്രൻ, അതായത് പല ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ. സോ നമ്മൾ ആ ടൈമിൽ അങ്ങനെ എന്താ പറയുക, ആ ഒരു സാമ്പത്തികത എല്ലാം കുറച്ച് പ്രശ്നങ്ങൾക്കായിരുന്നേ. സോ ബട്ട് വി ആർ ഏബിൾ ടു കോപ്പ് അപ്പ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയം. പിന്നെ ആ സ്കൂളിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതാണ് മേജറിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുട്ടിക്കാലത്തിൽ ഞാനൊരു ഗ്രേഡ് 10 ഒക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം പൈസയാണ്. പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല, അതാണ് സത്യം. സോ പൈസ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ പൈസയുടെ ഒരു വില എനിക്ക് മനസ്സിലായി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ലൈക്ക് ഫോർ എക്സാമ്പിൾ ദ പവർ ഓഫ് പൊളിറ്റിക്സ് ഇൻ എഡ്യൂക്കേഷൻ, ദ പവർ ഓഫ് എന്താ പറയുക, റിലീജിയൻ ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള രണ്ട് എന്താ പറയുക, ഒരു ഇൻ്റർലിങ്കേജ് ഇല്ലാത്ത ഒരു 2 ടോപ്പിക്സ് ആയിരുന്നു. റിലീജിയൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ മേജർലി ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ. സോ അതൊരു പുതിയ കൾച്ചറൽ ഡിഫറൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചില്ല, ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കൾച്ചറൽ എക്സ്പീരിയൻസ്. കാരണം
ഇവിടെ വരുന്ന കുട്ടികൾ തന്നെ എന്താ പറയുക, ഒരു മെജോറിറ്റി ആ ഒരു മൈൻഡിൽ കുട്ടികൾ തന്നെ വരുന്ന തന്നെ ആ ഒരു ഇതിലാണ്. സോ അത് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. പിന്നെ പൊളിറ്റിക്സ്, പിന്നെ അതേത് ഇറ്റ് ഇൻക്ലൂഡ്സ് മൾട്ടിപ്പിൾ തിങ്സ്. സോ അതൊന്നും നമ്മളിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഈ സ്കൂൾ ജീവിതത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, മണി. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിൽ തന്നെ പൈസ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളെന്താ പറയുക, ഒരു ക്യാൻറ്റീനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് പറ്റില്ല. അപ്പോൾ നമ്മളതിൽ പോക്കറ്റ് മണി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, കൂടിപ്പോയാൽ കുറച്ച് രൂപയൊക്കെ ഉള്ളൂ. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കളി തന്നെ വേറെയാണ്. സോ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. CBSE സ്കൂൾസ് തന്നെ, നമ്മളെ അടുത്തുള്ള സ്കൂൾസിൽ തന്നെ പൊതുവെ അവരുടെ പേരൻസിന് കാരണം വെച്ചാൽ ഞങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളാണ്, ഞങ്ങളുടെ കുട്ടികളൊക്കെ നല്ല പഠിക്കുന്ന, CBSE നല്ല അടിപൊളിയാണ്, ICSE എത്ര വലിയ ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. അത് ആ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യണം തന്നെ സ്കൂളും പല പല മികച്ച തീരുമാനങ്ങളെടുത്തു, പല മോശപ്പെട്ട തീരുമാനങ്ങളെടുത്തു. ഒന്നാമത്തെ മോശപ്പെട്ട തീരുമാനം എന്ന് പറയുമ്പോൾ ഒരു മാത്സ് സാറിനെ കൊണ്ടുവന്നത്. അയാൾ വന്നിട്ട് ഇവിടെ ആ ഒരു നമ്മളൊരു 9th 10th സമയത്തിൽ അയാൾ കുറേ കാര്യങ്ങൾ ചെയ്തു. പുള്ളി ഒരു 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 ഈ മാസ്റ്റർ സ്ട്രോക്ക് പോലെ പുള്ളി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകർഷിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളി. സി ട്രൈഡ് ഇൻ ബ്രിങ്ങിങ് സ്പ്ലിറ്റിംഗ് ദ ഹോൾ സിസ്റ്റം. അതായത് ഇരിക്കുന്ന സിസ്റ്റം ഫുള്ള് പുള്ളി സ്പ്ലിറ്റ് ചെയ്തു. ഈ ടോപ്പേഴ്സ്, ഈ മറ്റേ സംഭവങ്ങളില്ലേ ABCD, അപ്പോൾ അതിൽ നമ്മളൊക്കെ പിന്നെ ഈ ABCD എന്നുള്ള സാധനം തന്നെ സത്യം തെറ്റാണ്. കുട്ടികൾക്കതൊരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അതല്ലാതെ വേറെ കുറേ അനാവശ്യ കാര്യങ്ങൾ പുള്ളി കൊണ്ടുവന്നു. അതായത് ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ്ട്രാ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പുള്ളി മാത്സ് ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് പുള്ളി ഈ ഡോക്യുമെൻറ്റേഷനൊക്കെ പുള്ളി അത്രയും എന്താ പറയുക, നീറ്റ്നെസ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് വിച്ച് വാസ് ഗുഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം, ബട്ട് ഇറ്റ് വാസ് ബാഡ് ആസ് വെൽ. ഐ ഹാഡ് എ വെരി ബാഡ് എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് മൈ ടീച്ചേഴ്സ്. സോ എനിക്കൊരു സാറുണ്ടായിരുന്നു. ഹി വാസ് എ ജോഗ്രഫി മേജർ ആൻഡ് നോട്ട് ഫോർ മീ, എനിക്ക് മാത്രമല്ല, ഫ്യൂ അതർ സ്റ്റുഡൻസ് വെർ ഓൾസോ ഐ ഹോപ്പ് ഫേസിങ് ദ സെയിം ഇഷ്യൂ. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്. സോ പുള്ളി എന്താ ചെയ്യാന്ന് വെച്ചാൽ, പുള്ളി ഫാൻ ഫേവറേറ്റ് പോലെ പുള്ളി അവർക്ക് ഫേവറേറ്റ് ആയിരുന്നു. സോ വാട്ട് ഹി ഡസ് ഇസ് മേജർലി നമ്മളെ കളിയാക്കുന്നത് പറഞ്ഞാൽ വെറും കളിയാക്കലൊന്നുമല്ല, നല്ല അടിപൊളി ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാര് ട്രോളാണ്. സ്റ്റാഫ്സ് സ്റ്റുഡൻസിനെ ട്രോൾ ചെയ്യുന്നത് ഒരു വിഷയമല്ല. സി, ഇഫ് ഇറ്റ് കംസ് ഇൻ എ ഫൺ വേ ഇറ്റ്സ് ഓക്കെ, ബട്ട് വെൻ തിങ്സ് കം സീരിയസ്, വേറൊരാളുടെ കുറ്റം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന വെറും തന്നില്ലത്തനമാണ് പുള്ളി കാണിച്ചത്. സോ ഐ നെവർ ഫർഗെറ്റ് ദ ഹോൾ തിങ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു ചിൽ ആയിട്ട് എടുക്കുന്ന കുട്ടികളാണ്. സോ അത് കാരണം ആ ഒരു 9th 10th പീരീഡ് എനിക്കൊരു ട്രോമാറ്റിക് സ്റ്റേജും കൂടെ ആയിരുന്നു. എനിക്ക് പല കാര്യങ്ങളാണ് ഞാൻ ആ ടൈമിൽ പഠിച്ചത്. ഈവൻ ദോ എൻ്റെ കുട്ടി ദിനങ്ങൾ, അതായത് സ്കൂൾ ദിനങ്ങൾ വളരെ സ്വീറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് മോർ ഓഫ് എ സ്റ്റോറി ഓർ എ ഫെയറി ടെയിൽ കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ. പഠിക്കുന്നു, മാർക്കെടുക്കുന്നു, ഫസ്റ്റ് റാങ്ക് ആവുന്നു, പിന്നെ ഒരു 6th ഒക്കെ ആകുമ്പോൾ വീണ്ടും റാങ്കുകൾ കുറയുന്നു, സ്പോർട്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സ്പോർട്സിലോട്ട് താല്പര്യമുണ്ടായിട്ട് പോലും ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു അവിടെ. ഇത് ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാ സ്കൂൾസിലും കോമൺ ആണ്. ഓപ്പർച്യൂണിറ്റീസ് ആർ ലെസ് ആണ് സത്യം. ഈവൻ ദോ ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ്, യു കാൺട്ട് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ഓപ്പർച്യൂണിറ്റി. അതാണ് സത്യം. വേർ ഐ ഹാഡ് ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ്, ബട്ട് ഐ വാസ് നോട്ട് ഗിവൻ എൻ ഓപ്പർച്യൂണിറ്റി അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് നോട്ട് ഫോർ മീ, എനിക്ക് മാത്രമല്ല കുറേ കുട്ടികൾക്ക് സെയിം ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ വീട്ടിലും പിന്നെ പഠിക്ക് ഇതന്നെ, വെറുതെ പഠിക്ക്. അപ്പോഴെങ്ങാനും വല്ല സ്പോർട്സിലൊന്നും വിട്ടെന്നാലേ, ഞാനൊരു അത്ലറ്റ് ഒന്നും ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഐ കുഡ് ഹാവ് ട്രൈഡ്. അയാളൊരു എന്താ പറയുക, ഒരു ഒരു ടോർച്ചറായിരുന്നു ഡെയിലി. പുള്ളിയുടെ സ്റ്റഡിക്ക് പോകുന്ന തന്നെ ഒരു ടോർച്ചർ. പുള്ളിയുടെ ക്ലാസ്സും ട്രോളും കാര്യങ്ങളൊക്കെ സഹിക്കണം. ഹൗ മണി ഈസ് ഇൻഫ്ലുവൻസിങ്. വേറൊരു കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ കാറിലൊക്കെ വരുമ്പോൾ നമുക്കതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ ദോ ദ തിങ്സ് വെയർ
തിങ്സ് വെയർ ഗ്രാജുവലി ഇംപ്രൂവിങ് ഫോർ അസ്. ആ ഗ്രാജുവൽ ഇംപ്രൂവിനൊത്ത സ്റ്റേജിലല്ലായിരുന്നു ഞാൻ. ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഐ വാസ് ലെഫ്റ്റ് ബിഹൈൻഡ്. സോ അതൊരു സിറ്റുവേഷനാണ്. സീ ഇറ്റ് ഹാപ്പൻസ് ടു മൾട്ടിപ്പിൾ പീപ്പിൾ. തിങ്സ് ഹാപ്പൻ ഗുഡ് ഫോർ മീ നൗ. സോ വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് അതർ തിങ്സ്. ബട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ എക്സാംസ് വരുന്നു, മാർക്ക് വരുന്നു. മാർക്ക് പിന്നെ ഏത് നമ്മൾ എൻ്റെ അൺഫോർച്യുനേറ്റ്ലി ഞാനൊരു മാത്സ് ടീച്ചറിൻ്റെ മകനാണ്. പക്ഷേ എനിക്ക് മാത്സ് വരില്ല. അത് പുറത്ത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അവർക്ക് ഒരു ട്രോമയാണ്. മാത്സ് ടീച്ചേഴ്സിൻ്റെ ഹേത്. അല്ലാതെ ഇത് കേൾക്കുന്നവർക്ക് ട്രോമ. അനുഭവിക്കുന്ന നമുക്ക് അതിനെക്കാട്ടിലും ട്രോമ. അങ്ങനെ എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ പഠിച്ചു വരുന്ന രീതികളെല്ലാം ഒരു ട്രോമാറ്റിക് സ്റ്റേജിലൂടെയാണ് വന്നത്. ട്രോമാറ്റിക് അല്ല, ഒരു ഡ്രാമാറ്റിക് സ്റ്റേജിലൂടെയാണ് വന്നത്. ഇറ്റ് വാസ് എ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് വൺസ് പിന്നീട് ഞാൻ ഇതിന് ശേഷം 11th 12th ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഒക്കെ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് സ്കൂൾ ബൈ ദ വേ. സോ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് ബോർഡ് ബൈ ദ വേ, മീൻസ് പഠിക്കുന്ന ബോർഡ്. അപ്പോഴേ ICSEയിൽ നമ്മൾ ഒരു തമ്പ് ഓഫ് റൂൾ ഉണ്ട്. നെവർ ബൈ ഹാർട്ട്. നമ്മളൊന്നും ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. ബട്ട് for the other boards there are certain aspects where they'll have to by heart something or some things, not for CBSE കേട്ടോ. പിന്നെ എല്ലാം കൂടെ എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം CBSEയിലാണ്. സോ മേ ബി they should not get offended. അത് ഞാൻ പറഞ്ഞല്ലേ പറ്റൂ. 12th എഡ്യൂക്കേഷൻ വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രണ്ട്സ്. സോ ഒരു റിയൽ ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഗ്യാങ് ഫോർമേഷൻ, ആ കാര്യങ്ങളൊക്കെ ഞാൻ മേജർലി എക്സ്പീരിയൻസ് ചെയ്തത് 11th 12th. സോ ഇതെൻ്റെ സ്കൂൾ എക്സ്പീരിയൻസ് ആണ്. സോ ഫ്രം എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ 11th 12th വരെ. സോ ഇനി കോളേജ് കാലത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.